കേരളം ഫുട്ബോൾ പ്രേമികളുടെ സ്വന്തം നാടാണ്. പക്ഷെ സ്റ്റീഫൻ ആന്റണി എന്ന എറണാകുളത്തുകാരൻ അത് ഒരു ഒന്നൊന്നര വ്യത്യസ്തനായ ഫുട്ബോൾ ആരാധകനാണ്. എയർപോർട്ടിൽ ജോലി ചെയ്യുന്ന സ്റ്റീഫൻ ജോലിയിലെ അവധി ദിനമായ കഴിഞ്ഞ 100 ഞായറാഴ്ചകളായി കേരളം മുഴുവൻ യാത്ര ചെയ്യുകയാണ്. യാത്ര കാഴ്ചകൾ തേടിയല്ല, നമ്മൾ അറിയാത്ത എന്നാൽ നമ്മൾ അറിയേണ്ട ഫുട്ബോൾ താരങ്ങളെ തേടി തന്നെയാണ്. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുപ്പത്തിൽ, അതായത് 1973 കേരളം ആദ്യമായി സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ട ആ ഒരു വർഷം, അതിൻ്റെ ഒരു ഫൈനൽ മഹാരാജാസ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ആ ഒരു ഫൈനലിൻ്റെ കമൻട്രി കേട്ട ഒരു ഓർമ്മയാണ് ആദ്യത്തെ എൻ്റെ ഒരു ഫുട്ബോൾ ഓർമ്മ. തൃശ്ശൂർ വെച്ച് വളരെ പ്രശസ്തനായ ഒരു ഫുട്ബോൾ കളിക്കാരനെ പറ്റി ഞാൻ അവിടെ കൂടിയിരുന്ന വ്യക്തികളോട് സംസാരിക്കുകയും അതിലൊരാൾ എന്നോട് ചോദിക്കുകയാണ് അതാരാണ്. അത് പക്ഷേ എനിക്ക് വലിയൊരു ഷോക്കായിരുന്നു. കാരണം എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഹീറോ ആയിരുന്ന ഒരു കളിക്കാരനെക്കുറിച്ച് ആ കാലത്തെ ഏത് പത്രങ്ങൾ നിങ്ങളെടുത്താലും ഏത് വാർത്താ മാധ്യമങ്ങൾ എടുത്താലും നിരന്തരം കേട്ടുകൊണ്ടിരുന്നൊരു പേരായിരുന്നു ആ ഒരു പ്രശസ്ത കളിക്കാരൻ്റെ. അദ്ദേഹത്തെ അവിടെയുള്ള സ്വന്തം നാട്ടുകാർ പോലും അറിയില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്, അതിൽ നിന്നാണ് ഞങ്ങളുടെ ഈ യാത്ര തുടങ്ങുന്നത്. അതുപോലെ എനിക്ക് വളരെ വിഷമം തോന്നിയ ഒരു ഇൻ്റർവ്യൂ ആയിരുന്നു ദേവാനന്ദിൻ്റെ ഇൻ്റർവ്യൂ. ദേവാനന്ദ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 1973 ഒരു മെയിൻ ഘടകമായിരുന്നു. 19 വയസ്സ് മാത്രം പ്രായമുള്ള ദേവാനന്ദ് അന്ന് 1973 ടീമിലെ ഒരു പ്രധാന ഘടകം. ആ വിജയത്തിന് മെയിൻ ഒരു രക്ഷാവലയം തീർത്തൊരു കളിക്കാരനായിരുന്നു. ദേവാനന്ദിൻ്റെ ഇൻ്റർവ്യൂ ചെയ്യാൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ ഹീര ടവേഴ്സ് തന്നാന്ന് തോന്നുന്നു, കാക്കനാടുള്ള അവരുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ആ കാലിന് സ്വാധീനമില്ലാത്ത ആ അവസ്ഥയിൽ അദ്ദേഹത്തെ കണ്ടപ്പം വളരെ വിഷമാണ് തോന്നിയത്. പക്ഷേ ദിവസങ്ങൾ കഴിയുന്നതിന് മുമ്പ്, എനിക്ക് തോന്നുന്നൊരു മാസത്തിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു കാല് മുറിച്ചു മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതൊക്കെ വലിയൊരു വിഷമമാണ്. കാരണം ഒരു കാല് മുറിച്ചു മാറ്റി എന്ന് പറയുമ്പം അത് ഒരു ഫുട്ബോളറെ സംബന്ധിച്ചിടത്തോളം അത് അവന് താങ്ങാൻ പറ്റുന്നതിനപ്പുറമായിരിക്കും. എന്തായാലും ദൈവത്തിൻ്റെ നിശ്ചയമായിരിക്കാം അധികകാലം ഇവിടെ കഷ്ടപ്പെടുത്താതെ അദ്ദേഹത്തെ വളരെ പെട്ടെന്ന് തന്നെ ആ ലോകത്തെ ഫുട്ബോൾ കളിക്കാൻ വേണ്ടി കൊണ്ടുപോയി എന്നുള്ളതാണ്. 1973 വിജയത്തെക്കുറിച്ചും അതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയേണ്ട പേരാണ് സൈമൺ സുന്ദർരാജൻ്റെ. 73 ചരിത്രങ്ങൾ അറിയുന്നവർക്കറിയാം. എറണാകുളം ലോബിയും തിരുവനന്തപുരം ലോബിയും കൂടെ മത്സരിച്ച് കേസുകളും വയ്യാവലിയും വഴക്കുമായി നടന്നിരുന്ന ഒരു അസോസിയേഷനിൻ്റെ ഇടയിൽ നിന്നാണ് 73 കേരളത്തിനൊരു വിജയം നേടിത്തരാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹം 1960 ഒളിമ്പിക്സിൽ കളിച്ച ആളാണ്. ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ഏറ്റവും അവസാനത്തെ ഗോൾ നേടുന്നതും അദ്ദേഹമാണ്. നമ്മൾ ഓർക്കണം, ആ വർഷം ഫ്രാൻസുമായി നമ്മൾ ഡ്രോ കളിച്ചതാണ് ഒളിമ്പിക്സ്. ഇന്ന് ഫ്രാൻസ് എവിടെയാണ് നിൽക്കുന്നത്, നമ്മുടെ ഫുട്ബോൾ എവിടെയാണ് നിൽക്കുന്നത്. നമ്മൾ കാലഘട്ടത്തിനനുസരിച്ച് മാറിയില്ല എന്നുള്ളതാണ്. നമ്മൾ എവിടെയായിരുന്നു അവിടെ തന്നെ നിന്നു. പക്ഷേ മറ്റുള്ളവർ ഓടിയത് വളരെ ഫാസ്റ്റായിട്ടാണ്. അതാണ് അടുത്ത 19 വർഷത്തോളം കാത്തിരുന്നതിന് ശേഷമാണ് 92 നമ്മൾ കോയമ്പത്തൂരിൽ ഒരു സന്തോഷ് ട്രോഫി നേടുന്നത്. ആ സന്തോഷ് ട്രോഫി നേടിയത് സത്യേട്ടൻ്റെ ക്യാപ്റ്റൻസിയിലായിരുന്നു. അന്ന് കേരള പോലീസിൻ്റെ പ്രഗത്ഭരായ എല്ലാ കളിക്കാരും നമ്മുടെ ടീമിലുണ്ടായിരുന്നു. അതിനകത്ത് വേറെ വലിയൊരു രസകരമായ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ സെയിം സമയത്താണ് ഓൾ ഇന്ത്യ പോലീസ് ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മുടെ പോലീസ് ടീമിലെ എല്ലാവരും ആ ടൂർണമെൻറ്റിൽ പോയേക്കാണ്. അപ്പോൾ അവരാരും കേരള ടീമിലേക്ക് കളിക്കാൻ അവൈലബിൾ അല്ല. ആ പോലീസ് ടീമിൻ്റെ ആദ്യത്തെ കളിയിൽ തന്നെ കേരള പോലീസ് തോറ്റ് പുറത്താവുകയാണ്. അങ്ങനെ പുറത്തായതുകൊണ്ടാണ് ആ കളിക്കാരെല്ലാം തിരിച്ച് കേരള ടീമിലെത്തിയത്. അങ്ങനെയാണ് നമ്മൾ 92 ആ ഒരു വിജയം വീണ്ടും നമുക്ക് കപ്പടിക്കാൻ സാധിച്ചത്. 93 നമ്മൾ വീണ്ടും കപ്പടിച്ചു. അന്ന് കുരുകേഷ് മാത്യു ആയിരുന്നു ക്യാപ്റ്റൻ, മഹാരാജാസ് ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ആ കളിയിൽ. അപ്പം നമ്മൾ ഫുട്ബോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കണക്കെടുത്താൽ 5-6 ഒക്കെ ആളുകൾ ഇന്ത്യൻ ടീം കളിച്ചിരുന്നു കേരളത്തിൽ നിന്ന്. പക്ഷേ ഇന്ന് നമ്മുടെ ഫുട്ബോൾ, ഇന്ന് നമുക്കൊരു ഒരു കണക്കെടുത്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ ടീമിലേക്ക് വരുന്ന മലയാളികളുടെ നമ്പേഴ്സ് വളരെ കുറവാണ്. ഇനി അടുത്ത വേൾഡ് കപ്പിൽ 48 ടീം ഉണ്ടാവുമെന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ആ ഒരു 48 ടീമിൽ പോലും നമ്മുടെ ഒരു ടീമിനെ നമുക്ക് അവിടെ എത്തിക്കാൻ കഴിയാതെ പോയാൽ അത് നമ്മുടെ ഫുട്ബോൾ പ്രേമികളോട് ചെയ്യുന്ന വലിയൊരു അപരാധമായിരിക്കില്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കളികൾ ഈ ഒരു യാത്ര ഞങ്ങൾ ഒരുപാട് കളിക്കാരുടെ ഇൻ്റർവ്യൂ ചെയ്തു. അതിൽ ചില കളിക്കാരെ ഇൻ്റർവ്യൂ ചെയ്തപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നെഞ്ച് പൊട്ടുന്ന വികാരമാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ഒരാളുടെ ഇൻ്റർവ്യൂ ആണ് നമ്മൾ മരട് സ്വദേശിയായ CV സീന
ഇൻ്റർനാഷണൽ കളിച്ചിട്ടുള്ള ജർമ്മനിയിൽ പോയും ചൈനയിൽ പോലും ഇപ്പോൾ നിലവിൽ ബ്ലൈൻഡ്സ് ഫുട്ബോൾ ടീമിൻ്റെ കോച്ചാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂ ഞാൻ ചെയ്യുമ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം, സാറേ വിശന്നിട്ടാണ് ഈ ഫുട്ബോൾ കളിച്ചത്, വിശപ്പറിയാതിരിക്കാൻ ആൺകുട്ടികളുടെ കൂട്ടത്തിൽ പോയി ഫുട്ബോൾ കളിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ്. പല സെവൻസ് കളിക്കാൻ പോകും, മലപ്പുറത്തൊക്കെ അല്ലെങ്കിൽ കോഴിക്കോടൊക്കെ സെവൻസ് കളിക്കാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന ആൾ കളി കഴിയുമ്പോൾ വാങ്ങിച്ചു കൊടുക്കുന്ന 2 പൊറോട്ട, അല്ലെങ്കിൽ ഒരു സിസർ കട്ട് ചെയ്താൽ കിട്ടാവുന്ന ഒരു 5 രൂപ, എക്സ്ട്രാ 5 രൂപ, ഒരു സിസർ കട്ടിന് 5 രൂപയാണ്. ആ ഒരു 5 രൂപയ്ക്ക് വേണ്ടി സിസർ കട്ട് അടിക്കുന്ന 10-15 സിസർ കട്ടിന് വേണ്ടി ട്രൈ ചെയ്യുന്ന ആ ഒരു കളിക്കാരിയെ, അങ്ങനെയുള്ള കളിക്കാർ നമ്മുടെ നാട്ടിൽ പേരെടുത്ത് പറയാൻ പറ്റുന്ന കളിക്കാരില്ലെന്നുള്ളതാണ്. നമ്മൾ 92-ലെ വിജയത്തെ പറ്റി പറഞ്ഞു, സത്യേട്ടനെ പറ്റി പറഞ്ഞു. പക്ഷേ സത്യേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. കാരണം സത്യേട്ടൻ എന്താ സംഭവിച്ചതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു കുറവ് നികത്താൻ എനിക്ക് അനിതേച്ചിയുടെ ഇൻ്റർവ്യൂ ചെയ്യേണ്ടി വന്നു. വളരെ വിഷമത്തോടെ പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യേട്ടന് മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. സത്യേട്ടൻ മരിച്ചത് വലിയൊരു ഫൈനാൻഷ്യൽ ക്രൈസിസ് കൊണ്ടാണെന്ന് വരുത്തി തീർക്കാൻ പലരും ശ്രമിച്ചു എന്നാണ് അവർ പറഞ്ഞത്. സൂയിസൈഡ് ചെയ്യേണ്ട ഒരാൾ ഒരിക്കലും ഈ പട്ടാപ്പകൽ ഒരു 11 മണി ആ സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ പോയിരുന്നിട്ട് എല്ലാവരുടെ മുന്നിൽ നിന്നും ട്രെയിനിന്റെ മുന്നിലേക്ക് ചാടുക എന്നൊക്കെ പറയാം. അതൊക്കെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നൊരു ഇതല്ല. പിന്നെ മാത്രമല്ല, ട്രെയിൻ എപ്പോഴായാലും സ്റ്റേഷനിലേക്ക് സ്ലോ ആയിട്ടാണ് വരിക. അങ്ങനെ ചാടുമ്പോഴും അത് മരണം സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇതൊരു നോക്കിങ് സംഭവിച്ചാണ് ട്രെയിൻ, അതായത് ഒരു അലൂസിനേഷനിലാണ് പുള്ളി എപ്പോഴും. അപ്പൊ ആ സമയത്തൊക്കെ എന്തെങ്കിലും കയറാൻ പോയ സമയത്ത് നോക്കിങ് വീണ് തല അടിച്ചിട്ട് വീണതായിരിക്കാന്ന് എനിക്ക് തോന്നുന്നു. അതിന് സൂയിസൈഡ് എന്ന് പറയാനാണ് എല്ലാവർക്കും ഇഷ്ടം. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവിടെ നമ്മുടെ മുന്നിൽ വരിക. ലാസ്റ്റ് മിനിറ്റിൽ ഒരു പരിക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മുടെ മുന്നിൽ വരും. അങ്ങനത്തെ ഒരു ചരിത്രമാണ് നമ്മുടെ രവിയേട്ടന് പറയാനുള്ളത്. 1973-ൽ സന്തോഷ് ട്രോഫി ടീമിൽ സെലക്ട് ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രഗത്ഭരായ 2 ഗോൾ കീപ്പേഴ്സുണ്ട്, വിക്ടർ മഞ്ഞിലയും സേതുമാധവനും. അതിനുശേഷമാണ് 3ാമത്തെ ഗോൾ കീപ്പറാണ് രവിയേട്ടൻ. ആദ്യത്തെ 2 ഗോൾ കീപ്പേഴ്സിനും പരിക്ക് പറ്റി പുറത്തു പോവുകയാണ്. വളരെ യാദൃശ്ചികമായാണ് അദ്ദേഹത്തിന് ഒരു ചാൻസ് കിട്ടുന്നത്. അങ്ങനെ ആ കിട്ടിയ ഒരു ചാൻസിനെ അതിനെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും അവസാനത്തെ ഫൈനൽ ദിവസം 2 ഗോൾ കൺസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനുണ്ടായ ഒരു മാനസിക സംഘർഷത്തെപ്പറ്റി അദ്ദേഹം എൻ്റെ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. 2 ഗോൾ നമ്മൾ തിരിച്ചു വാങ്ങി, വളരെ ടെൻഷൻ പ്രഷറായിരുന്നു. ആ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷറായിരുന്നു. അവസാന നിമിഷം എന്താകും പറയാം. സെക്കൻഡ് ഗോളെന്ന് പറയുന്നത് എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ ഭയങ്കര നിരാശയാണ് തോന്നുന്നത്. കാരണം അതൊരു ഫ്ലൂക്ക് ഗോളായിരുന്നു. കാരണം അത്ര പ്രഷറോടുകൂടി വന്ന ക്രൗഡഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എല്ലാം ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ചിന്നറട്ടി തട്ടിയിട്ടു. അത് കൈയുടെ കുറച്ച് പോകുന്നു. വളരെ ഈസി ആയിട്ടുള്ള മാർഗം. അതേസമയം മികച്ച സേവകൾ നടത്തിയിട്ട് നിൽക്കുകയാണ്. അതൊന്നും എന്നെ വേട്ടയാടുന്ന ഒരു ഗോളാണ്, 2ാമത്തെ ഗോള്. പിന്നെ ടൈമില്ല. അപ്പം പുറത്തുനിന്ന് ഒരു ആൾക്കാർ വിളിച്ച് പറയുന്നത്, മോനെ ഇനി 2 മിനിറ്റേ ഉള്ളൂ, പിടിച്ചു നിന്നു എന്ന് പറയുന്നുണ്ട് ജനം. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എടുത്തോണ്ട് പോകുമല്ലേ. ഇപ്പോൾ രവിയേട്ടനെ പോലുള്ള ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം KCBയിൽ നിന്നാണ് റിട്ടയർഡ് ആയത്. അപ്പോൾ അദ്ദേഹത്തിന് നല്ല പെൻഷൻ കിട്ടും, ജീവിതത്തിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നല്ല ജോലികൾ കിട്ടാതെ പോയ ഒത്തിരി കളിക്കാരുണ്ട്. അവരിൽ പലരും 2000 രൂപ EPF പെൻഷനും അല്ലെങ്കിൽ ഗവൺമെൻറ് കൊടുക്കുന്ന 1000 രൂപ പെൻഷനിലൊക്കെയാണ് ജീവിക്കുന്നത്. അവരെപ്പോലുള്ള കളിക്കാരെ കണ്ടില്ലെന്ന് നമ്മൾ നടിക്കാൻ പാടില്ല. അവർക്ക് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ ചെയ്യാൻ ഇവിടെയുള്ള ഓരോ ഫുട്ബോൾ പ്രേമിയും ഉത്തരവാദിത്തപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്ന ഗവൺമെൻറ്റുകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ, സംഘടനകൾക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നമ്മൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തതിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കോച്ചാണ് CPM ഉസ്മാൻ കോയ സാർ. ഉസ്മാൻ കോയ സാർ എന്നോട് പറഞ്ഞൊരു രസകരമായ കഥ. അള്ളാഹു പറയുകയാണ്, നീ ഇവിടെ കിടന്ന് വട്ടം കറങ്ങണ്ട, നിൻ്റെ ഒരുപാട് കളിക്കാർ എൻ്റെ കൂട്ടത്തിൽ ഇവിടെയുണ്ട്, നീ ഇങ്ങോട്ട് പോവാ, നമുക്ക് ഇവിടെ ഒരു കോച്ചിങ് ക്യാമ്പ് തുടങ്ങാം. സ്വർഗത്തിൽ കോച്ചിങ് ക്യാമ്പ് തുടങ്ങാൻ കാത്തിരിക്കുന്ന ഉസ്മാൻ കോയ സാർ, അദ്ദേഹം കോച്ചായ കഥ പറഞ്ഞു. കോച്ചായി അദ്ദേഹത്തിൻ്റെ, നമുക്കെല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിൻ്റെ ഒരു കൈ ജന്മനാ തന്നെ ശേഷിയില്ലാത്തൊരു കൈയാണ്. ആ കൈ വെച്ചാണ് അദ്ദേഹം NISന് പോയതും NISൽ സെലക്ഷൻ കിട്ടിയതും അത് പാസ് ഔട്ടായി വന്ന് വർഷങ്ങളോളം കേരളത്തിനെ ഫുട്ബോളിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും കേരള ടീമിനെയൊക്കെ പുള്ളി സേവിച്ചത്. ആ ഒരു ദിവസം,
ആ ഒരു ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം ഇട്ടിരുന്ന ജാക്കറ്റ് ഊരി അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ ഇടുകയും ആ കരങ്ങളിലിട്ട ജാക്കറ്റ് സഹിതമാണ് ആ ഡോക്ടറുടെ മുന്നിലേക്ക് കയറി ചെല്ലുന്നത്. അപ്പോൾ ഡോക്ടർ നോക്കുമ്പോൾ പുള്ളിക്ക് ഫിസിക്കലി കുഴപ്പമൊന്നുമില്ല. പുള്ളി ചെക്കപ്പൊക്കെ ചെയ്ത് ഓക്കെ അടിച്ചു, സീൽ ചെയ്ത് വിട്ടു, പാസ് ഔട്ടായി. പക്ഷേ കുറച്ച് കാലത്തിന് ശേഷം അദ്ദേഹത്തിനൊരു പരിക്ക് പറ്റുകയും വീണ്ടും ആ ഡോക്ടറുടെ അടുത്ത് ചെല്ലുകയാണ്. അപ്പോൾ ആ ഡോക്ടർ ചോദിക്കുകയാണ്, നിനക്ക് എങ്ങനെയാണ് NIS കിട്ടിയത്? അപ്പോൾ അന്ന് ആരായിരുന്നു ഡോക്ടർ? അപ്പോൾ ഉസ്മാൻ ഖാ പറഞ്ഞു, സാറ് തന്നെയായിരുന്നു ഡോക്ടർ. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്, ഇതൊരു അത്ഭുതമാണ്, കാരണം ഇതിങ്ങനൊരു കാര്യം സംഭവിക്കില്ല, ഇതെങ്ങനെയോ സംഭവിച്ചു, അത് ശരിക്കും ഒരു അത്ഭുതമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉസ്മാൻ സാറിനെ പോലുള്ള ഒരുപാട് കോച്ചസ് നമുക്ക് ഇനിയും നാളെയും ഉണ്ടാകണം. ഇന്നത്തെ കുഞ്ഞുങ്ങൾ തോൽവി കണ്ട് വളരുന്നില്ല എന്നുള്ളതാണ്. അവർക്കെല്ലാം വെൽ പ്രൊവൈഡഡാണ്. അവർ ആഗ്രഹിക്കുന്നതിന് മുമ്പേ കിട്ടുകയാണ് ഓരോ സാധനങ്ങളും. അപ്പോൾ ചെറിയ ചെറിയ തോൽവികൾ പോലും നേരിടാനുള്ള ശക്തി അവനില്ല എന്നുള്ളതാണ്. അതേസമയം നിങ്ങൾ അവനെ ഒരു ഫുട്ബോളറാക്കിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ഇൻവോൾവ് ചെയ്യിച്ചാണ് വളർത്തുന്നതെങ്കിൽ അവൻ ആ ബാല്യത്തിൽ തന്നെ തോൽവികൾ അറിഞ്ഞാണ് വളരുക. അപ്പോൾ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയ വലിയ തോൽവികളെ നേരിടാൻ അവന് അതുകൊണ്ട് സാധിക്കും. പിന്നെ ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു, ഞാനും എൻ്റെ വൈഫും മോളിയും സ്റ്റീഫനും കൂടെ ഞങ്ങൾ കേരളത്തിൽ ഒരുപാട് സഞ്ചരിച്ചു, ഒരുപാട് അക്കാഡമികൾ കണ്ടു, ഒരുപാട് സ്കൂളുകളിൽ ഞങ്ങൾ പോയി, ഒരുപാട് കോളേജുകളിൽ ഞങ്ങൾ പോയി. സ്കൂളിൽ ചെന്നാലും അവിടുത്തെ ട്രെയിനറോട് അല്ലെങ്കിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടറോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത്, എൻ്റെ അക്കാഡമിയിൽ നിന്ന് അല്ലെ എൻ്റെ സ്കൂളിൽ നിന്ന് ഇത്ര പേർക്ക് റെയിൽവേസിൽ ജോലി കിട്ടി, ഇത്ര പേർക്ക് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി കിട്ടി, ഇത്ര പേർക്ക് പോലീസിൽ കയറാൻ പറ്റി. അങ്ങനെ നമ്മൾ റെയിൽവേസിൽ ജോലി കിട്ടാനോ പോലീസിൽ കയറാൻ വേണ്ടിയോ പരിശ്രമിക്കുന്ന ഒരു കുട്ടിക്ക് അവനൊരു നല്ല ഫുട്ബോളറാകാൻ പറ്റുമോ? ഒരിക്കലും പറ്റില്ല. ഞാൻ പറയുന്നത്, നിങ്ങൾ അവരെ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിക്കുക. നാളത്തെ ഫുട്ബോളിന് വേണ്ടി അവരെ യൂറോപ്യൻ ലീഗ് കളിക്കാനുള്ള സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിക്കുക. സൗദി ലീഗുകളുണ്ട്, അതുപോലെ എവിടെ ജപ്പാനിലുണ്ട്, സൗത്ത് കൊറിയയിലുണ്ട്, ലോകത്തിൻ്റെ നാനാഭാഗത്ത് ലാറ്റിൻ അമേരിക്കൻ കൺട്രികളിൽ ഇഷ്ടംപോലെ കളികളുണ്ട്. അവിടെയൊക്കെ പോയി നാളെ നിങ്ങൾ കളിക്കുന്നവരായി മാറണം. അതിനുള്ള ഒരു എനർജി നമുക്ക് ആ ഒരു ചെറു ബാല്യത്തിൽ തന്നെ അവർക്ക് കൊടുക്കാൻ സാധിച്ചാൽ ഡെഫിനറ്റ്ലി നാളെ നമ്മുടെ ഫുട്ബോളിന് വലിയൊരു ഉയർച്ച ഉണ്ടാവും. രണ്ടായിരത്തി 2004 നമ്മുടെ കേരള ടീം ഡൽഹിയിലെത്തുകയാണ്. കോച്ച് പിതാംബര സാറാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഇഗ്നേഷ്യസ് ആണെന്ന് തോന്നുന്നു ആ ടീമിൻ്റെ ക്യാപ്റ്റൻ. ആ ടീമിനെ ഇവർ കൊണ്ട് താമസിപ്പിക്കുന്നത് പാടുഗഞ്ചിലാണ്. ഡൽഹി പാടുഗഞ്ച് എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഏറ്റവും മോശം ഹോട്ടലുകളുള്ള ഒരു ഏരിയയാണ്. അങ്ങനെ ഒരു സ്ഥലത്താണ് കേരള ടീമിനെ കൊണ്ട് താമസിപ്പിക്കുന്നത്. അവിടെ താമസിച്ച് ഇവർക്ക് എല്ലാവർക്കും ഫുഡ് പോയ്സൺ ആകുകയാണ്. 10ൽ കൂടുതൽ ആളുകൾ സായിയുടെ ഹോസ്പിറ്റലിൽ, ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലുള്ള സായിയുടെ ഹോസ്പിറ്റലിൽ രാത്രിയിൽ അഡ്മിറ്റ് ആവുകയോ പലരും വളരെ സീരിയസ് ആവുകയോ, അവസാന ദിവസമൊക്കെ ആയപ്പോഴത്തേക്ക് 11 പേരെ ഇറക്കി കളിക്കാൻ ടീമിൽ ആളുകളില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഏതോ മന്ത്രിയുടെ ഇടപെടൽ കൊണ്ടോ ലാസ്റ്റ് മൊമെൻറ്റിൽ ആരുടെയൊക്കെയോ പരിശ്രമം കൊണ്ടോ ഇവരെ കേരള ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും അവിടെ നിന്ന് ഒരു തിരിച്ചുവരവ് നടത്തി അവർ ആ കപ്പ് നേടിക്കൊണ്ട് വരികയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ അധികാരികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു സ്റ്റേറ്റിൻ്റെ ടീമെന്ന് പറയുന്നത് അതത്ര ചെറിയ കാര്യമല്ല. 3 കോടി 4 കോടി ജനങ്ങളിൽ നിന്നൊരു 12 പേരാണ് അവിടെ കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഒരു 15 പേരാണ് അവിടെ കളിക്കാൻ പോകുന്നത്. അപ്പോൾ വളരെ സീരിയസ് ആയ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ വ്യക്തികളാണ് അവർ. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കേണ്ട ഒരു സൗകര്യങ്ങൾ അതൊട്ടും മോശമാകാൻ പാടില്ല. കാരണം ഇന്ന് ചിലപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ പണ്ട് നമ്മുടെ ജോബ് പോൾ അഞ്ചേരിയുടെ ഒരു ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് അവർക്ക് വാഷിംഗ് അലവൻസ് 5 രൂപയാണ്. അപ്പോൾ അങ്ങനെയൊന്നും അല്ല. നമുക്ക് ഇന്നിവിടെ സാമ്പത്തിക ഞെരുക്കങ്ങൾ എത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ഈ മേഖലയിൽ നമുക്ക് ചിലവാക്കാൻ നമ്മുടെ കയ്യിൽ ഫണ്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ ഓരോ കളിക്കാരെയും നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. ഓരോ കളിക്കാർക്കും അതിനുവേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ഫുട്ബോളിനെ പറ്റി പറയുമ്പം 1951 ആദ്യത്തെ ഏഷ്യൻ ഗെയിംസ് ജയിക്കുന്ന, ഫുട്ബോൾ കപ്പടിക്കുന്ന, സ്വർണം വാങ്ങിക്കുന്ന ഇന്ത്യൻ ടീമാണ്. ആ സമയത്ത് ജപ്പാനോ സൗത്ത് കൊറിയയോ ചൈനയോ ഒന്നും എവിടെയും ഇല്ല, അവരുടെ ഒന്നും ടീമുകളൊന്നും എവിടെയില്ല. പക്ഷേ ഇന്ന് സൗത്ത് കൊറിയയുടെ ടീം എവിടെയാണ് അല്ലെങ്കിൽ ജപ്പാൻ്റെ ടീം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്രാവശ്യം ഏഷ്യൻ ഗെയിംസിന് ഇന്ത്യൻ ടീമിനെ വിട്ട ആ രീതി മാത്രം നോക്കിയാൽ മതി, എല്ലാം നമുക്ക് മനസ്സിലാവും. ലാസ്റ്റ് മൂമെൻറ്റ് വരെ നമുക്കറിയില്ലായിരുന്നു നമ്മുടെ ടീമിനെ വിടുവോ,
നമ്മുടെ ടീം സെലക്ട് ആയോ, അതിനെ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക എന്നൊന്നും നമുക്ക് ഒരാൾക്കും അറിയില്ലായിരുന്നു. ഒരു 1800 കോടി രൂപ കേരള ഗവൺമെൻറ് മുടക്കിയെന്നാണ് പറയുന്നത്. അതേസമയം 1600 കോടി രൂപ മുടക്കിയ ഒറീസ ഗവൺമെൻറ് അവിടെ ഉണ്ടാക്കിയെടുത്ത ഒരു ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. അതൊന്ന് പോയി കാണണം, നമ്മളുടെ അധികാരികളൊന്ന് പോയി കാണണം എന്താണ് ഡിഫറൻസ്, നമ്മൾ മുടക്കിയ പൈസ എവിടെയാണ്. നമ്മളുടെ കേരളത്തിൽ ഉള്ളതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെയൊക്കെ വളരെ കുറച്ച് സൗകര്യങ്ങളുള്ള ഏരിയയാണ് നോർത്ത് ഈസ്റ്റ്. അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ഫുട്ബോൾ കളിക്കാരിന്ന് വരുന്നത്. അവിടെ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. മണിപ്പൂരിലായാലും സിക്കിമിലായാലും മേഘാലയയിലായാലും ഒക്കെ. ഇപ്പോൾ ഒറീസയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 1600 കോടി രൂപ മുടക്കി അവരൊരു ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കിയെങ്കിൽ അവിടെ കഴിഞ്ഞ വേൾഡ് കപ്പ്, ഹോക്കി വേൾഡ് കപ്പ് അവിടെയാണ് നടന്നത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനമാണ്. ഫുട്ബോൾ റെസിഡൻഷ്യൽ അക്കാഡമി തുടങ്ങണം എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. എട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ നമ്മൾ എടുത്താൽ അവനെ ഒരു 23 വയസ്സ് വരെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്താൻ സാധിക്കണം. എന്ന് പറഞ്ഞാൽ അവൻ്റെ കുടുംബത്തെ പറ്റിയോ അവൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ ആരോഗ്യത്തെ പറ്റിയോ ഹെൽത്തിനെ പറ്റിയോ ഒന്നും ചിന്തിക്കാതെ ഫ്രീ ആയി ഫുട്ബോളിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരു ടീമിനെ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കണം. നമ്മളുടെ ലക്ഷ്യം 25-ൽ തുടങ്ങുന്ന അക്കാഡമി ഓരോ വർഷവും 20 മുതൽ 30 വരെ കുട്ടികളെ നമ്മൾ ഓരോ വർഷവും എടുക്കണം എന്നാണ് നമ്മുടെ പ്ലാനിങ്. ഒരാളെ പറ്റി കൂടി പറയുന്നില്ലെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകുന്നില്ല. അതാണ് എൻ്റെ വൈഫ് മോളി സ്റ്റീഫൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രചോദനം വളരെ വലുതാണ്. കൂടുതൽ സഞ്ചരിക്കാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ വരാതെ ശ്രദ്ധിക്കാനും ഒക്കെ അദ്ദേഹം ഇത് ചെയ്തിരുന്നു. പങ്കുവെക്കാൻ പഠിപ്പിക്കുന്ന ഒരു മേഖലയാണ് സ്പോർട്സ്. പരസ്പരം സ്നേഹിക്കാനും പരസ്പരം വിശ്വസിക്കാനും ഒക്കെയുള്ള ഒരു മനസ്സോടുകൂടി അവർക്ക് ആ സ്പോർട്സിൽ മുന്നേറാൻ സാധിക്കും. നല്ല സ്പോർട്സ്മാൻ ആകുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു മോശം വ്യക്തിയാവില്ല.